Hi guys, today we are going to learn about Phillips curve, stagflation and natural rate of unemployment or NIRO. So our first topic is Phillips curve. Phillips curve is the idea proposed by William Phillips in 1950s. 1950കളിൽ വില്യം ഫിലിപ്സ് ആണ് ഫിലിപ്സ് കർവ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് ഫിലിപ്സ് കർവിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ബൈ കൺട്രോളിങ് വൺ എമംഗ് ദ ടു അതർ ക്യാൻ ബി കൺട്രോൾഡ്. അതായത് നമ്മൾ കണ്ടു ഫിലിപ്സ് കർവിൻ്റെ അകത്ത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അതായത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിനും സ്വാഭാവികമായിട്ടും ചേഞ്ച് ഉണ്ടാകും. അതായത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്താൽ അൺഎംപ്ലോയ്മെൻറ്റിനെയും അൺഎംപ്ലോയ്മെൻറ്റിനെ കൺട്രോൾ ചെയ്താൽ ഇൻഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാമെന്നാണ് ഫിലിപ്സ് കർവിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, if you need to have a 2% unemployment in the country, it is possible by increasing inflation to 10%. അതായത് നിങ്ങളുടെ കൺട്രിയിൽ ഒരു 2% അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കണം എങ്കിൽ അവിടുത്തെ ഇൻഫ്ലേഷൻ 10% വർദ്ധിപ്പിച്ചാൽ 2% അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഫിലിപ്സ് കർവിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. 1960കളിൽ പോളിസി മേക്കേഴ്സ് തോട്ട് ദാറ്റ് ദേ കെൻ റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് പെർമനൻ്റ്ലി ഇഫ് ദേ എഗ്രീഡ് ടു ഇൻക്രീസ് ഇൻഫ്ലേഷൻ ടു എ ലിറ്റിൽ ഹയർ. അതായത് അന്നത്തെ കാലത്തെ പോളിസി മേക്കേഴ്സ് വിചാരിച്ചു കൊണ്ടിരുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് പെർമനൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ് ഇൻഫ്ലേഷൻ റേറ്റ് അപ്പോൾ ഉണ്ടായിരിക്കുന്നതിനേക്കാളും കുറച്ച് ഹയർ ലെവലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫ്ലേഷൻ റേറ്റ് അത്രയും ഹയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് പെർമനൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാമെന്നാണ് അന്നത്തെ കാലത്തെ പോളിസി മേക്കേഴ്സ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ലേറ്റർ ഇറ്റ് ഷോർട്ട് ചേഞ്ചസ്, ദാറ്റ് ഈസ് ബോത്ത് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് റോസ് സൈമൾട്ടനീസ്ലി. അതായത് 1970കളിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ഒരുമിച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും റൈസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. സോ ഇതാണ് ഫിലിപ്സ് കർവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമുക്കിത് കാണുമ്പോഴേ അറിയാം, ഇതിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് എക്സ് ആക്സിസിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു 10% ആക്കിയിട്ടുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു 2% ഒക്കെ ആക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതായത് ഇൻഫ്ലേഷൻ റേറ്റ് ഇവിടെ മാർക്ക് ചെയ്താൽ സബ്സിക്വൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റ് അതിനേക്കാളും കുറവായിരിക്കും. സോ നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്താൽ അൺഎംപ്ലോയ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനും അൺഎംപ്ലോയ്മെൻറ്റിനെ കൺട്രോൾ ചെയ്താൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം എന്നുമായിരുന്നു ഫിലിപ്സ് കർവിലൂടെ വില്യം ഫിലിപ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ 1970കളായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കണ്ട ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ഒരേപോലെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. സോ ആ സമയത്ത് മിൽട്ടൺ ഫ്രീഡ്മൻ opposed Phillips curve and he told that relationship between unemployment and inflation works for only short term and not for long term. മിൽട്ടൺ ഫ്രീഡ്മൻ ഫിലിപ്സ് കർവിനെ ആ സമയങ്ങളിൽ ഒപ്പോസ് ചെയ്യുകയും അദ്ദേഹം പറയുകയും ചെയ്തു, അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആ ട്രെൻഡ് ഷോർട്ട് ടേം വളരെ കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ലോങ് ടേമിൽ അത് ആപ്ലിക്കബിൾ അല്ല എന്നും മിൽട്ടൺ ഫ്രീഡ്മൻ പറഞ്ഞു. അങ്ങനെ 1970കളിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും റാപ്പിഡായിട്ട് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത കണ്ടീഷനെയാണ് നമുക്ക് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ദ കണ്ടീഷൻ ഓഫ് ഹൈ ഇൻഫ്ലേഷൻ വിത്ത് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻഫ്ലേഷനും കൂടുതലായിരിക്കും, അൺഎംപ്ലോയ്മെൻറ്റും കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന വാക്ക് സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ ഈ രണ്ട് വാക്കുകളിൽ നിന്നുമാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്.
സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോ GDP ഗ്രോത്ത് ആണ് സ്റ്റാഗ്നേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സ്റ്റാഗ്ഫ്ലേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഇൻഫ്ലേഷൻ എത്ര കൂടുതലാണോ അത്രയും അൺഎംപ്ലോയ്മെൻറ്റും ഇവിടെ കൂടുതലാണ്. അൺഎംപ്ലോയ്മെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിലും ഇൻഫ്ലേഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിലുമാണ്. സോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇൻഫ്ലേഷൻ കൂടുന്നത് പോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും കൂടും എന്ന്. അതാണ് സ്റ്റാഗ്ഫ്ലേഷൻ്റെ പ്രോപ്പർട്ടി. ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാഗ്ഫ്ലേഷൻ. So let's move to the next topic, natural rate of unemployment or NAIRO. Phillips curve policy makers first tried to reduce unemployment by increasing inflation through higher spending, and it was successful in the beginning. അതായത് ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്ന കർവിന് ശേഷം പോളിസി മേക്കേഴ്സ് പല രീതിയിലും അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഇൻഫ്ലേഷൻ കൂട്ടിക്കൊണ്ട് തന്നെ. അത് എല്ലാം ആദ്യത്തെ ശ്രമങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ശേഷം ഇറ്റ് വാസ് നോട്ടഡ് ദാറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഷോട്ട് എ നാച്ചുറൽ ലെവൽ. അതായത് പിന്നീട് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ സ്റ്റേബിളാണ്. അതിനുശേഷം അത് കുറച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻഫ്ലേഷൻ കൂട്ടിയിട്ട് അത് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ടെമ്പററി മാത്രമാണ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് കുഡ് ബി ബോട്ട് ഡൗൺ ടെമ്പററിലി ബട്ട് ഇൻഫ്ലേഷൻ റീച്ച് ടു എ ഹയർ ലെവൽ, ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ റേറ്റ് ആക്സിലറേറ്റ്സ്. അൺഎംപ്ലോയ്മെൻറ്റ് ഒരു നാച്ചുറൽ ലെവലിനേക്കാളും താഴെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഹയർ ആയിരിക്കുമെന്നാണ് പിന്നീട് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലൂടെ മനസ്സിലായത്. എബവ് ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ഡസ് നോട്ട് ആക്സിലറേറ്റ്. അതായത് നമ്മൾ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റിന് ഒരു നാച്ചുറൽ ലെവലുണ്ട്. ആ ലെവൽ കഴിഞ്ഞിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അതിലും ഹയർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. സോ ആ പർട്ടിക്കുലർ ലെവലിനേക്കാളും നമ്മൾ കുറയ്ക്കുന്നതിന് പകരം അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നതെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ആക്സിലറേറ്റ് ചെയ്യുകയില്ല. ദിസ് ലെവൽ ഈസ് കോൾഡ് നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ NAIRO. അതുകൊണ്ട്